ഹായ് എല്ലാവർക്കും അവർ ഓഫറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പൈസി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ KFCയുടെ പോലത്തെ ഒരു സ്പൈസി ചിക്കൻ ഫ്രൈ ആണ്. അതും നമ്മൾ ഉണ്ടാക്കുന്നത് ഏറ്റവും എളുപ്പത്തിലാണ്, യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. ഏറ്റവും നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ, അതായത് കുക്കിംഗ് കുറേ പേഷ്യൻസ് ആവശ്യമുള്ളതാണെങ്കിലും അത് ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാവോ അത്രയും നമുക്ക് ഫ്രീ ടൈം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ്, ഇപ്പോൾ സ്പൈസിയാണ്. പിന്നെ ഇപ്പോൾ ബേർഡ് ഫ്ലൂ ഒക്കെ ഉള്ളൊരു സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ നല്ലപോലെ വില കുറഞ്ഞിട്ടുണ്ട്. ഒരു 85 to 95 ആ ഒരു റേഞ്ചിൽ നമുക്ക് ചിക്കൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സൂക്ഷിക്കേണ്ടത് നല്ലപോലെ അത് ബോയിൽ ചെയ്യണം എന്നുള്ളതാണ്, നല്ലപോലെ ചിക്കൻ വെന്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് പ്രഷർ കുക്കറിൽ ഒരു തട്ട് വെച്ചതിന് ശേഷം നല്ലപോലെ ബോയിൽ ചെയ്തെടുത്ത ചിക്കൻ പീസസ് ആണ്. ഞാനൊരു 7 വിസിലെങ്കിലും അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മസാലയെല്ലാം ചേർത്ത് വേവിച്ചതാണ്. ഇനി ഒരു കുറച്ച് മൈദയിൽ ഒരു നുള്ള ഉപ്പിട്ടിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് സ്പൈസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മസാലകൾ എരിവുള്ള തരത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇപ്പോൾ കൊറിയാണ്ടർ പൗഡറാണ് ഇപ്പോൾ ഇട്ടത്. ഇനി നമുക്ക് കുറച്ച് ചില്ലി പൗഡറും കൂടി ഇടാം. അത് നമ്മുടെ ഇഷ്ടത്തിന് ഏത് ചില്ലി പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഓട്സ് എടുത്ത് വയ്ക്കുക. ഓട്സ് ആവശ്യമനുസരിച്ച് മാത്രം നമ്മൾ പാത്രത്തിലോട്ട് പകർത്തിയെടുത്താൽ മതി. അതല്ലെങ്കിൽ അത് പെട്ടെന്ന് കുതിർന്ന് വേസ്റ്റായി പോകും, അതുകൊണ്ടാണ്. ഇനി നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. മുട്ട ചേർക്കുന്നുണ്ടവർക്ക് ചേർക്കാം, പക്ഷെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് വെള്ളം ചേർത്തത് മിക്സ് ചെയ്യാണ്. വെള്ളം കുറച്ച് അല്പാൽപമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതല്ല, കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വല്ലാതെ വെള്ളം പോലെ ആയിപ്പോവും നമ്മുടെ ബാറ്റർ. അപ്പോൾ അത് വേണ്ട. മറിച്ച് കൂടുതൽ കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെ ഒരു കട്ടിയുള്ള കോട്ടിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അധികം കട്ടിയാവേണ്ട, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ഇപ്പോൾ അല്പം ഒരു മീഡിയത്തിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തത് മിക്സ് ചെയ്ത് ശരിയാക്കിയാൽ മതി. ഇനി നമുക്കൊരു അല്പം കോൺഫ്ലവർ കുറച്ച് ചേർത്താൽ മതി, കൂടുതൽ ചേർക്കണ്ട. ഒരു സ്പൂൺ കണക്കാക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പാൻ ചൂടാക്കുന്നു. അപ്പോൾ പാൻ അതിൽ വെള്ളം നനവെല്ലാം പോയതിന് ശേഷം, ഒന്ന് ചൂടായതിന് ശേഷം അല്പം എണ്ണ ഒഴിക്കുക. അത് സൺഫ്ലവർ ഓയിൽ ഒക്കെ ആവുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മുടെ ചിക്കൻ കഷ്ണം, ഓൾറെഡി അതിൽ ഇരിക്കുന്ന ചിക്കൻ കഷ്ണമാണ്, ജസ്റ്റ് അതിൽ ആ ഓട്സിലൊന്ന് കുതിർത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് ഓട്സ് ഇട്ടാൽ മതി. അതല്ലെങ്കിൽ പിന്നെ നമുക്കതിലോട്ട് അപ്ലൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മളത് ഒന്ന് ഓട്സിലെടുത്തതൊന്ന് നല്ലപോലെ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ആ പാത്രത്തിലേക്ക്, ആ പാനിലോട്ടാണ് ഞാനത് ഇടുന്നത്. അത് നല്ലപോലെ ഇതിലാണ് പെട്ടെന്ന് തന്നെ നമ്മളത് കവർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അത് ഓട്സ് എല്ലാം കുതിർന്ന് പോകും. അപ്പോൾ പിന്നെ നമുക്ക് കുറേ വേസ്റ്റായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് നമ്മൾ ആ പാനിലോട്ട് ഇടുക. അപ്പോൾ ഇത് പാനിലിവിടെ അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ബോയിൽ ചെയ്തെടുത്തത് കൊണ്ട് ഇനി നമുക്ക് വളരെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കോട്ടിങ്ങിന് മാത്രം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ മാത്രം മതി. ആ കളർ മാറിയാൽ മാത്രം മതി. കാരണം ഈ ചിക്കൻ പീസസിൻ്റെ ഉൾവശമൊക്കെ നേരത്തെ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുള്ളതുകൊണ്ട് നമുക്കധികം എണ്ണയുടെ ആവശ്യവും ഇല്ല. നമുക്ക് ദെൻ ഒരു സൈഡായി കഴിഞ്ഞ് മറ്റേ സൈഡൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് നോക്കി ആ ഒരു കളർ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. നമുക്കത് കോരിയെടുക്കാം. പിന്നെ അതിലുള്ള ഓട്സിൻ്റെ ചെറിയ പീസസ് എല്ലാം നമുക്ക് കോരിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കഴിക്കുന്നത് ടൊമാറ്റോ സോസാണ്. സാധാരണ ടൊമാറ്റോ സോസ് അല്ല, ചില്ലി ടൊമാറ്റോ സോസാണ് കിസാൻ്റെ. പക്ഷെ അതാണ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ ചിക്കനും നല്ല ചൂടുണ്ട്, ഒപ്പം ഇതും നല്ല ചില്ലി സോസും കൂടി ആയതുകൊണ്ട്, ചില്ലി ടൊമാറ്റോ സോസ് ആയതുകൊണ്ട് നല്ല എരിവാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ ഞാനതൊരു കഷ്ണം പതുക്കെ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആ സോസിൽ അങ്ങ് മുക്കി കഴിക്കുമ്പോൾ നല്ല സ്പൈസിയാണ്, നല്ല രുചിയുമാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത്. ഇനി വേണമെങ്കിൽ ഒരല്പം ക്ലാസിക് മയോണൈസ്, എഗ്ലെസ് മയോണൈസിനേക്കാളും നല്ലത് ക്ലാസിക് മയോണൈസാണ്. നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കുക. കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ഇടയ്ക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കും. വളരെ നല്ലതാണ്, ടേസ്റ്റിയാണ്. നമുക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും അത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ഒരു ബെല്ലൈക്കണുള്ളതിലും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടൈം ആകുമ്പോൾ ചിക്കൻ നമ്മൾ എപ്പോഴും ചിക്കൻ വയ്ക്കുമ്പോൾ അത് ഒന്ന് നല്ലപോലെ വെന്തിരിക്കാൻ ശ്രദ്ധിക്കും. നല്ലപോലെ ബോയിൽ ചെയ്തിരിക്കണം. ഇപ്പം ഞാനിങ്ങനെ ചിക്കൻ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ അമ്മേനോട് പ്രത്യേകം പറഞ്ഞതാണ് ചിക്കൻ നല്ലപോലെ വെന്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട്, അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഡിഷസിൻ്റെ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ, സി യു, ടേക്ക് കെയർ.